ഹായ് അമ്മി, ഞാൻ സെനോപീറ്റീസിന്റെ ഇന്ദുവാണ്. എന്റെ ആർമി എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ആർമി, ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ BTS വോക്കലിസ്റ്റ് ആയ കിം തെയുങ് വിയുടെ അരുമ നായ്ക്കുട്ടിയായ യോന്താനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഈ വീഡിയോ റിക്വസ്റ്റഡ് വീഡിയോ ഒന്നും ആയിരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് പിന്നിൽ ഒരു കാരണം കൂടിയുണ്ട്. കാരണം BTSനെ കണ്ട നാൾ മുതൽ എനിക്ക് ഒരുപാട് അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരെങ്ങനെ സഹജീവികളോട് ബിഹേവ് ചെയ്യുന്നു, അവരെങ്ങനെ അവരുടെ പെറ്റ്സിനെ കെയർ ചെയ്യുന്നു. ഈ തിരക്കുള്ള ഈ ഒരു ലൈഫിലും ഇവരുടെ ഈ ഷെഡ്യൂളിനിടയ്ക്കും ഈ ഒരു ആനിമൽസിനെ, ഇവരുടെ പെറ്റ്സിനെ കെയർ ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു മനസ്സും അതിനു വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനവും അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്പിറേഷനും തോന്നിയിട്ടുണ്ട്. പൊതുവെ എനിക്ക് നായ്ക്കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. നായ്ക്കുട്ടികളെ നല്ല എല്ലാ ആനിമൽസിനും എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് കൂടിയിട്ടാണ് യോന്താനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആർമി, ഇനി പറഞ്ഞു നീട്ടിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല എന്റെ സ്ഥിരം ആർമിയാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. പ്രായമുള്ള ടാനി പോമറേനിയൻ ഇനത്തിൽപ്പെട്ട മെയിൽ ഡോഗാണ് യോന്താൻ എന്ന് പറയുന്നത്. ഒരു റെസ്ക്യൂ ഷെൽട്ടറിൽ നിന്നും അഡോപ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള നായ്ക്കുട്ടിയാണ് യോന്താൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ യോന്താന്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 7, 2017 ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ സെപ്റ്റംബർ 7 എന്ന് പറയുന്ന യോന്താന്റെ ബർത്ത് ഡേറ്റ് ഒന്നും അല്ല. കാര്യം അത് വീക്ക് യോന്താനെ കിട്ടിയ ആ ഒരു ദിവസമാണ് പുള്ളി ബർത്ത്ഡേ ആയിട്ട് ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്ത് വരുന്നത്. 2017 ഡിസംബർ 4 ജിന്നിന്റെ ബർത്ത്ഡേ വി ലൈവ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വി നമുക്ക് മുന്നിലേക്ക് പൂച്ചക്കുട്ടിയുടെ വലിപ്പമുള്ള യോന്താനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അന്ന് എല്ലാ BTS മെമ്പേഴ്സ് യോന്താനെ എടുക്കുന്നതും താലോലിക്കുന്നതുമായിട്ടുള്ള കുറെ ക്യൂട്ട് വീഡിയോസും ഫോട്ടോസും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വീഡിയോ ഒരു ബിസി ഷെഡ്യൂൾ ഒക്കെ കാരണം തന്നെ യോന്താൻ വിയെ പിരിഞ്ഞ് വിയുടെ പേരൻസിനൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാല് ഇത്രയും ഇന്റിമേറ്റ് ആയിട്ട് ഒരു തന്റെ പെറ്റുമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സെലിബ്രിറ്റിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വീനെയാണ്. അതിനുശേഷമാണ് ജങ്കുക്കിനെയും ബമ്മിയിലേക്കും ഒക്കെ നമ്മൾ വരുന്നത്. ശരിക്കും വി എങ്ങനെ ഒരു സ്വന്തം കുഞ്ഞെങ്ങനെയാണ് അതുപോലെ കെയർ ചെയ്യുകയാണ് വിയെ. യോന്താൻ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പപ്പിയാണ്. എന്നെക്കാൾ കൂടുതൽ യോന്താൻ ഇടപെടുന്നത് ജേഹോപ്പും ജിമിനും ഒക്കെ ആയിട്ടാണെന്ന് വി പല വീഡിയോസിലും ഇന്റർവ്യൂസിലും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വിയുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ മറ്റു BTS മെമ്പേഴ്സിന്റെ കൂടെയും യോന്താൻ ഉറങ്ങാറുണ്ടെന്ന് വി പല വീഡിയോസിലും നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. യോന്താൻ എന്നതിന്റെ മീനിങ് കോൾ ബ്രിക്കറ്റ്സ് എന്നാണ്. കാര്യം നമ്മുടെ ഈസ്റ്റേൺ ഏഷ്യയിലൊക്കെ കൽക്കരി ഉണ്ടല്ലോ, ചാർക്കോൾ, ആ ചാർക്കോൾ ഫുഡിൽ ആഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ആ ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വി യോന്താന് കോൾ ബ്രിക്കറ്റ്സ് എന്ന അർത്ഥമാകുന്ന യോന്താൻ എന്ന പേര് നൽകിയത്. അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി ഡോഗ് ആണ് യോന്താൻ. വിയുടെ 2 കണ്ണുകൾ പോലെയാണ് വി യോന്താനെ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യോന്താൻ ട്വിറ്ററിലും വീവേഴ്സിലും മറ്റു സോഷ്യൽ മീഡിയയിലും ഒക്കെ പോപ്പുലർ ആകുന്നതിൽ വി വളരെയധികം പായുന്നിട്ടുണ്ടായിരുന്നു. മറ്റ് ഔട്ട്സൈഡേഴ്സുമായിട്ട് ഒരുപാട് യോന്താൻ കോണ്ടാക്ട് ചെയ്യുന്നതിനെ കർശനമായിട്ട് വി എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോന്താൻ എന്ന് പറയുന്നത്, ഇവിടുത്തെ കോഴി ഒരു മുട്ടയല്ലേ ഇട്ടത്, 100 മുട്ട ഇട്ടത് മാതിരി ബഹളം വെക്കണം. ഇങ്ങനത്തെ പെരട്ടക്കോഴിയെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുള്ളൂ. ഈ കോഴി എന്നോട് വെറുതെ സഹജീവി സ്നേഹമൊക്കെ എടുത്ത് കളയിച്ചു. എങ്ങനെയാട്ടെ പെരട്ടക്കോഴിയും ഞാൻ ഈ വീഡിയോ ഒന്ന് എടുത്തോട്ടെ. എന്റെ കോഴി വരം ദൈവങ്ങളെ, ഇവറ്റ എന്തിനുള്ള പോക്കാണ്. ഇവരെല്ലാം കൂടി ഇപ്പൊ അന്ധവിശ്വാസം കളിക്കാൻ പോവാണോ? പെറ്റ് ആൽബമായ ലേ ഓവറിന്റെ കവറിൽ വിക്കൊപ്പം യോന്താനും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോഷൂട്ട് സ്പെയിനിൽ നടക്കുന്നതിന്റെ ക്യൂട്ട് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഞാനത് ഒരുപാട് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. എനിക്കത് എത്ര കണ്ടാലും മതി വരാത്ത മാതിരിയുള്ള ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ്. വി യോന്താനോട് ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കുന്നതും എഴുന്നേക്കാൻ പറയുമ്പോൾ എഴുന്നേക്കുന്നതും വി പറയുന്നതെല്ലാം അതേപടി അനുസരിച്ച് നല്ല ക്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻ. അതിൽ പല ആർമിയും കമന്റ് ചെയ്തിട്ടുണ്ട്, വി ചിരിക്കുന്നത് പോലെ തന്നെ യോന്താൻ എങ്ങനെ ചിരിക്കാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ പോയി കണ്ടാൽ അറിയാം. അതുപോലെ ക്യൂട്ടായിട്ട് ചിരിച്ചുകൊണ്ടാണ് യോന്താൻ പോസ് ചെയ്യുന്നതെന്ന് പല ആർമിയും കമന്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്റെ വീട്ടിൽ എന്റെ അമ്മേനെ ഞാനത് എത്ര തവണ കൊണ്ട് കാണിച്ചിട്ടുണ്ടെന്ന് അറിയാം. സിൻസിയർ ആയിട്ട് പറയാണ്, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു യോന്താന്റേത്. യോന്താന് പബ്ലിക്കുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യിപ്പിക്കാൻ വി താല്പര്യപ്പെടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ വേറൊന്നുമല്ല, യോന്താൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള ഒരു നായ്ക്കുട്ടിയാണ്. ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ യോന്താന്റെ ഹെൽത്ത് പ്രോപ്പർ അല്ല.
അതുകൊണ്ട് ഔട്ട്സൈഡേഴ്സ് ആയിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്ത് മറ്റു ചില പ്രോബ്ലംസോ വൈറൽ ഡിസീസസോ ഒന്നും വരുത്തണ്ടെന്ന് വെച്ചിട്ടായിരിക്കും വി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. പക്ഷെ യോന്താൻ മരിച്ചുപോയി, യോന്താൻ ചത്തുപോയി എന്നും പറഞ്ഞ ചില ആർമീസ് നടപ്പുണ്ട്. ഈ ചെറിയ എന്തെങ്കിലും ഒരു റൂമേഴ്സോ ഇല്ലെങ്കിൽ ഒരു ഫേക്ക് ന്യൂസോ കിട്ടിയാല് അത് പൊക്കി പിടിച്ചുകൊണ്ട് ലോകം മുഴുവൻ അറിയിച്ച് നടക്കാനായിട്ട് ആർമിക്ക് ഒരു പ്രത്യേക കഴിവാണ്. ഞാൻ ഒരിക്കലും എല്ലാ ആർമിയും അടിച്ചു കെട്ടി പറയല്ല. ഇപ്പം എക്സാമ്പിള് ജെന്നി വിയുടെ കാര്യം പറയുമ്പോൾ ഒരു ചെറിയ റൂമേഴ്സ് ആയിട്ട് വന്ന കാര്യം അത് പരത്താൻ ശ്രമിക്കുക. അതെന്താണെന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വിട്ടിട്ടില്ല. അതുപോലെ പല കാര്യങ്ങളും ചെറിയ റൂമേഴ്സ് ചെറിയ രീതിയിലായിരിക്കും ഇത് വരുന്നത്. അത് ആർമിയായിട്ട് ഒരുപാട് മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് എടുത്ത് അറിയിക്കുന്ന മാതിരിയുള്ള പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ആർമിയല്ല, ഒരു ചെറിയ വിഭാഗം ആർമി തുടങ്ങി വെക്കുന്നതാണ്. പക്ഷെ അത് മൊത്തത്തിൽ അങ്ങ് പരന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ യോന്താൻ ചത്തുപോയെന്നും പറഞ്ഞ് ഫേക്ക് ന്യൂസ് പരത്തുന്നുണ്ടായിരുന്നു. കുറച്ചുനാൾ യോന്താനെ ക്യാമറയ്ക്ക് മുന്നിൽ കാണാത്തത് കൊണ്ട് യോന്താൻ ചത്തുപോയി എന്നുകൊണ്ട് ആർമി തന്നെ തീരുമാനിക്കുകയാണോ? ഇതിന് വി മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. യോന്താന് ഹാർട്ട് ഡിസീസ് ഉള്ളതാണ്, 2 സർജറി നടത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ 2ഉം അൺസക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ എന്നാലും ഇപ്പോഴും യോന്താൻ ജീവിക്കുന്നുണ്ട്. ഹെൽത്ത് പ്രോപ്പർ അല്ല, മുൻപത്തെ പോലെ ആക്റ്റീവ് അല്ല, എന്നാലും യോന്താൻ ജീവിക്കുന്നുണ്ട്. ലക്ഷങ്ങൾ മുടക്കി യോന്താന് വേണ്ടിയിട്ട് 2 സർജറി വി നടത്തി, 2ഉം ഫെയിൽഡ് ആയി, 2ഉം അൺസക്സസ്ഫുൾ ആയി എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതാണ് യോന്താന്റെ ആയുസ് വളരെ കുറവാണെന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാലും നമ്മുടെ പെറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഒരു പ്യുവർ സോളാണ്. എസ്പെഷ്യലി ഡോഗ് അത്രയ്ക്കും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ആനിമലാണ്. നമ്മൾ വളർത്തി നമുക്കൊപ്പം കൊണ്ടുവന്ന് ലൈഫ് ലോങ് നമ്മുടെ കൂടെ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ പെറ്റ് ഡോഗ് എന്ന് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ മനുഷ്യന്റെ അത്രയും ദീർഘായുസ് ഈ മിണ്ടാപ്രാണികൾക്ക് ഈശ്വരൻ കൊടുത്തിട്ടില്ല. എന്നാണേലും യോന്താൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വി ഏത് രീതിയിലേക്ക് പോകുന്നുള്ള കാര്യം വിയെ നന്നായിട്ട് അറിയാം. നമുക്ക് ആർമിക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് നേരിടുമായിരിക്കും, അതല്ലെങ്കിൽ മെന്റലി ഭയങ്കര ഡൗൺ ആവും. പക്ഷെ എങ്കിൽ തന്നെ എനിക്ക് ആർമിയോട് പറയാനുള്ളത്, പെട്ടെന്ന് ഇങ്ങനത്തെയൊക്കെ ന്യൂസ് ഒക്കെ കാണുമ്പോൾ നമ്മളും പേടിക്കാറുണ്ട്. യോന്താൻ ചത്തുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ഒക്കെ പരത്താതിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നമുക്കത് ഭയങ്കര ഫീൽ ആയി തോന്നുന്നുണ്ട്. BTSന്റെ പേരൻസിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. BTS ആയിട്ട് റിലേറ്റ് ചെയ്ത പല കാര്യങ്ങളും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. BTSന്റെ അരുമ നായ്ക്കളായ നായ്ക്കുട്ടികളെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ഫാൻഡത്തിനുള്ള ഒരു പ്രത്യേകതയാണതെന്ന് പറഞ്ഞാല് നമ്മൾ നമ്മുടെ ആർട്ടിസ്റ്റിനെ മാത്രമല്ല സ്നേഹിക്കുക, നമ്മുടെ ആർട്ടിസ്റ്റ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുകയും അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുകയും അവർ റെസ്പെക്ട് ചെയ്യുന്നവരെയും റെസ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളെയും റെസ്പെക്ട് ചെയ്യുകയും കൂടി ചെയ്യുന്നതാണ് നമ്മുടെ BTS ആർമി എന്ന് പറയുന്ന ആർമിയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാൻഡം ആണെന്നും ആർട്ടിസ്റ്റുമായി ഏറ്റവും നല്ല ലിങ്ക്, നല്ല രീതിയിലുള്ള കണക്ഷൻ ഉള്ള ഒരു ഫാൻഡം ആണെന്നും പറയുന്നത്. കഴിഞ്ഞ ദിവസം ഏതൊരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കണ്ടായിരുന്നു, ഒരുപാട് ഫാൻഡം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ആർട്ടിസ്റ്റിനെ സൂചിപ്പിക്കുന്ന കാര്യമല്ലെന്ന്. ഏറ്റവും നല്ല ആർട്ടിസ്റ്റിനെ സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഏറ്റവും നല്ല ഫാൻഡം. അതറിയത്തില്ല പലർക്കും. നല്ല മ്യൂസീഷ്യനോ നല്ല സിംഗറിനോ നല്ല ഫാൻഡത്തിനെ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇതിപ്പം BTSനെ മറ്റു ചില കാര്യങ്ങൾ കണ്ടിട്ടാണ് ആർമി ഇഷ്ടപ്പെടുന്നത്. ആണ്, മ്യൂസിക്കും ഡാൻസും മാത്രമല്ല മറ്റു പല കാര്യങ്ങളും കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്. മൈക്കിൾ ജാക്സൺ അല്ലാതെ മ്യൂസിക്കും ഡാൻസും കൂടെ ഒരുമിച്ച് ഇത്രയും സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടില്ല. മൈക്കിൾ ജാക്സന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ള, എന്നെ അട്രാക്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് BTS ആണ്. അതുകൊണ്ട് എനിക്ക് BTSനെ ഇഷ്ടമാണ്. അപ്പോ BTS നല്ല ആർട്ടിസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ നല്ല ആർട്ടിസ്റ്റ് ആണ്. അത് ഒരുത്തനെ ബോധിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, പക്ഷെ നമുക്ക് തെളിയിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആർമി ഓർക്കുക, ഇങ്ങനത്തെ ഫേക്ക് ന്യൂസുകളൊന്നും ഒരിക്കലും പരത്താതിരിക്കുക. കഴിഞ്ഞാൽ യോന്താൻ എന്ന് പറയുന്ന ക്യൂട്ട് ലിറ്റിൽ പ്യുവർ സോളിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ഒരു ജീവിക്ക് ഒരു ആയുസും ഒരു അപകടവും വരാതെ നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ലോകത്ത് മനുഷ്യനെ മാത്രം പരിഗണിച്ച് ജീവിക്കരുത്. ശരിയാണ്, നമ്മൾ ശാസ്ത്രത്തിന്റെ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ ഒരു ജീവി മറ്റൊരു ജീവിയെ ഭക്ഷിക്കാറുണ്ട്. നമ്മൾ ഭക്ഷണത്തിനായിട്ട് ആനിമൽസിനെ കൊല്ലാറുണ്ട്. കാര്യം ഒരുപാട് പ്രൊഡക്ഷനുള്ള ആനിമൽസിനെ ഭക്ഷണത്തിലൂടെ കൊല്ലുന്നതിലൂടെ നമ്മുടെ ഈ ഒരു പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥ ആ ഒരു രീതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്ന് കരുതി മറ്റു പല കാര്യങ്ങൾക്ക് ആനിമൽസിനോട് ചെയ്യുന്ന ക്രൂവൽറ്റിയും കാര്യങ്ങളും ശക്തമായിട്ട് എതിർക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ആനിമലിനെ, ഭക്ഷണത്തിന് കഴിക്കുന്ന ആനിമലിനെ കഴിക്കുന്നു, പക്ഷെ അതിനെയും ഒരു റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ പഠിക്കുക. ഒരു സ്ട്രീറ്റ് ആനിമലിനെ പുച്ഛിക്കാതെ ആ ഒരു ആനിമലിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. സഹജീവികളെ സ്നേഹിക്കുന്നതിലോളം വലിയൊരു കാര്യമില്ല. ജെഹോബ് പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒരു ആനിമൽ ലവറായിട്ട് വളർത്തുക. അവർ ഹ്യൂമൻ ബീയിങ്സിനെ സ്വാഭാവികമായി ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പോട്ടെ, ബൈ, സരാങ്കയോ.